അങ്ങോട്ട് ശരിയാവണല്ലോ അളിയാ. സത്യം നല്ല ചാത്ത സാധനം. അതല്ലടാ, പിന്നെ നമ്മളെ കഥയും എടുത്ത് നമ്മളെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്തിട്ട് മുങ്ങി നടക്കണ കുറെ എണ്ണില്ലേ, അവന്മാരെ പറ്റിയൊരു വിവരമുണ്ടോ? അതില്ല. നീ ഒരു കാര്യം ചെയ്യും, അവന്മാരൊന്നും വിളിച്ചു. ഇനിയിപ്പോ അവന്മാരെ വിളിക്കണമല്ലോ. വിളിച്ചേക്കാം. എന്ത് വേണം? ആരടാ നിന്റെ ബീബു? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യം? അതെനിക്ക് അറിയണം. എന്തിനു? നീ ബീബു എന്നും പറഞ്ഞുകൊണ്ട് ഒലിപ്പിച്ചുകൊണ്ടിരുന്നതേ എന്റെ ഭർത്താവിനോടാണ്, അതായത് നിന്റെ അച്ഛൻ. നിങ്ങൾ എനിക്കോട് ജീവിക്കാൻ നിർത്തില്ല. അപ്പോഴാണ് അത് ഞാനല്ലേ പറയേണ്ടത്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. മര്യാദക്ക് വീട്ടിൽ നിന്ന് 3 നേരം തിന്നിട്ടാ ഞാൻ അവർ ഒടുക്കത്തെ MBBS എന്നും പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. ഹലോ ഹലോ ആരായിരുന്നു? അമ്മ. എന്നിട്ട് ഒന്നുമില്ലേ, ഇന്നലെ അടിച്ച് പൂസായിട്ട് ബീബൊന്നും പറഞ്ഞ് വിളിച്ച അച്ഛനായിപ്പോയി. എന്നിട്ടെന്തോന്നു എന്തൊക്കെയാ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അടിപൊളി. അതിനുശേഷം എന്തൊക്കെ നടന്നു എനിക്ക് അറിഞ്ഞൂടാ. ശരി. അല്ല, ഞാൻ ഒരു കോൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു, ചെയ്തായിരുന്നാ? ഇല്ല. എന്നാ ചെയ്. എടാ ഇത് അവന്മാരല്ലേ? അവന്മാര് പടം പിടിച്ച തൂക്കി. ഇത് മറ്റവന്മാരെ സൗണ്ടല്ലേ? അവന്മാര് തന്നെ. അളിയ പടത്തിന്റെ കാര്യം വല്ലതും ചോദിക്കാനായിരിക്കും. അളിയ ഹാർഡ് ഡിസ്ക് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല ഇങ്ങോട്ട് 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 വാടേ. അളിയാ ഒറ്റ മൈൻഡ് ഓടിയാലോ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം സുഖം. പോസ്റ്ററൊക്കെ കണ്ടായിരുന്നു? ഓ പിന്നെ അടിപൊളി അടിപൊളി. കാലം കുറെ ആയില്ല അളിയാ പടം എടുത്തിട്ട്. നീയൊക്കെ 4 പോസ്റ്റേഴ്സും ഉണ്ടാക്കി നമുക്ക് എല്ലാത്തിനും ഒന്നുമില്ല ഒരു വിഷയമില്ല. ബുദ്ധിയല്ലേ കോയറ്റ് നാച്ചുറൽ. അതൊക്കെ പോട്ട്. അപ്പൊ അളിയന്മാരെ നമ്മുടെ പടത്തിന്റെ ടീച്ചർ ഈ വരുന്ന ഉടനെ ഉണ്ടാകാൻ തീരാറായി. ഓണാണ് കുറച്ചുകൂടെ ഉള്ളൂ. അപ്പൊ ഇതും പോയി. താങ്ക്സ്. എന്നാലും അവന്മാരെ അങ്ങനെ പറയണ്ടായിരുന്നു. ശരി തന്നെയാണ്, ഒരിക്കലും അങ്ങനെ പറയണ്ടായിരുന്നു. അല്ല ഇപ്പൊ എന്താ പറയാൻ ഇങ്ങനെ ശരിയാവില്ല. ടീച്ചറെങ്കിലും അറിയണ്ടേ. നീ ഒരു ഡേറ്റ് പറഞ്ഞാണ് അങ്ങോട്ട്. ശനിയാഴ്ച ഇറങ്ങിയാലേ? എത്ര മണിക്ക്? 6, 6, 7, 7 7 പറയാൻ. നീ ഇറക്കുവോ? ഇറങ്ങാം. ഞാനില്ല. ഇറങ്ങാം.